ജനങ്ങൾക്കുമേതുമേ ദുഃഖമില്ലല്ലീ പറക നീ. ഇത്തരം കൈകൈ ചൊന്ന നേരത്തിൽ ഇത് അനുത്തരമാശു ഭരതനും ചൊല്ലിനാൻ. ഖേദമുണ്ടച്ഛനെ കാണാൻ എനിക്കുള്ളിൽ, താതനെവിടെ വസിക്കുന്നു മാതാവേ. മാതാവിനോടു പിരിഞ്ഞു രഹസ്യ ഞാൻ, താതനെ കൊണ്ടു കണ്ടി ഒരു നാളുമേ. ഇപ്പോൾ ഭവതി താനെ വസിക്കുന്നതെന്തു ഉൾപ്പെടോ വിലണ്ടുമേ. താപവും ഭീതിയും പിതാവെങ്ങു പറയുന്നതു കേട്ടു കൽപ്രിയമാശു കൈകേയും ചൊല്ലിനാൾ. എൻ മകൻ എന്തു ദുഃഖിപ്പാൻ അവകാശം, നിന്മനോ വാഗ്നിതമൊക്കെ വരുത്തി ഞാൻ. അശ്വമേധാദി യാഗങ്ങളെല്ലാം ചെയ്തു, വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽപുരുഷന്മാർ ഗതി ലഭിച്ചിടിനാൻ. ത്വൽപിതാവെന്നു കേട്ടോരു ഭരതനും ശോണീതലേ വിഹുല്യചിത്തനായി വീണു വിലാപം തുടങ്ങിനാൻ. എത്രയും ദുഃഖസമുദ്രേ നിമജ്യ മേതൊരു ദിക്കിനു പോയിതു ഭൂപതേ. എന്നെയും രാജവാരത്തെയും രാഘവൻ തന്നുടെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞെങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനിധേ. ഞങ്ങൾ കുമാരോടിനി ദൈവമേ. പുത്രനീ വണ്ണം കരയുന്നതു നേരമുത്താപ്യ വൈകൈ കണ്ണുനീരും തുടച്ചാശ്വസിച്ചിടുക. ദുഃഖേന കിം ഫലമീശ്വര കൽപ്പിതമല്ലെന്നറിക നീ. അദ്യൂയം വരുത്തിയിടിനേൻ ഞാൻ തവ ലഭ്യമെല്ലാമേ ലഭിച്ചിതറിക നീ. മാതൃവാക്യം സമാകർണ്യ ഭരതനും ഖേദപരവേശ ചേതസാ ചോദിച്ചു. ഏതാനുമെന്നു പറഞ്ഞതില്ലേ മമ താതൻ മരിക്കുന്നു നേരത്തു മാതാവേ. രാമ രാമ കുമാര സീതേ മമ ശ്രീരാമ ലക്ഷ്മണ രാമ 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 സീതേ ജനകസുതേതി പുനപുന രാതുരരായി വിലപിച്ചു മരിച്ചിതു. താതനതു കേട്ട നേരം ഭരതനും മാതാവിനോട് ചോദിച്ചാനെന്തയ്യോ. താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയും അരികത്തില്ലേ എന്നതു കേട്ടു കൈകേയും ചൊല്ലിനാൻ. മന്നവൻ രാമൻ അഭിഷേകം ആരംഭ്യ സന്നദ്ധനായതു കണ്ട നേരത്തു ഞാൻ എന്നുടെ കന്ധനൻ തന്നെ വാഴിക്കേണം എന്നു പറഞ്ഞ് അഭിഷേകം മുടക്കിയേൻ. നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ. 2 വരം മമ തന്നു തവ പിതാ പണ്ടതിലൊന്നിനാൽ നിന്നെ വാഴിക്കുന്നതും രാമൻ വനത്തൊന്നു പോവെന്നു മറ്റേതും ഭൂമി തന്നോടിതു കാലമർത്തിച്ചേൻ. സത്യപാരായണനായ നരപതി വൃത്തിതലം നിനക്കു തന്നു രാമനെ. കാനന വാസത്തിനയച്ചീടിനാൻ ജാനകീദേവി പാതിവൃത്യമാവലംബ്യ ഭർത്താശ്രമം ഗമിച്ചീടിനാൾ. ആശു സൗമിത്രിയും ഭ്രാതാവിനോട് കൂടെ പോയാൻ. സാധനവനെ നിനച്ചു വിലാപിച്ചു ഗേദേന രാമേരി ദേവാലയം ബുക്കാനറിയെന്നു മാതൃവാക്യം കേട്ടു. ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും മോഹം കലർന്ന നേരത്തു കൈകേയി ആകണ്ട ശോകത്തിനെന്തൊരു കാരണം. രാജ്യം നിനക്കു സംപ്രാപ്തമായി വന്നിതു പൂജ്യനായി വാഴ്ക ചാവല്യം കളഞ്ഞു നീ എന്നു കൈകേയി പറഞ്ഞതു കേട്ടൊന്നു കോപിച്ചു നോക്കിയിടിനാൻ മാതരം. അഗ്നി തന്നിൽ ദഹിച്ചു പോമമ്മയെ എന്നാദി കൂടിയിടിനാൻ. കണ്ടു നിന്നോർകളും ഭർത്താവിനെ കൊന്ന പാവേ മഹാഘോരേ നിസ്പ്രദേ നിർദ്ദേ ദുഷ്ടേ നിശാചരി. നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചൊരു പുണ്യമില്ലാത്ത മഹാഭാവി ഞാനഹോ. നിന്നോടൊരിയാളാരുതിനി ഞാൻ ചെന്നു വന്നിയിൽ വീണു മരിപ്പതില്ലായികയോ. കാളകൂടം കുടുക്കിയിടുക നല്ലായികൾ വാളെടുത്താജു കഴുത്തറുത്തിയിടുവാൻ. വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവാനില്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരി. ഘോരമായുള്ള കുംഭീ ഭാഗമാകിയ നാരകം തന്നിൽ വസിക്കതു മൂലം ഇത്തരം മാതരം വത്സിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗൃഹം പൂക്കാൻ. പാലേ നമസ്കരിച്ചോരു ഭരതനെ മാതാവ് കൗസല്യയും പുണർനീടിനാൻ. കണ്ണീരോടും മെലിഞ്ഞ ധീരയായി ഖിന്നയായോരു കൗസല്യ ചൊല്ലിയിടിനാൻ.
കർമ്മദോഷങ്ങളിതെല്ലാം അകപ്പെട്ടിരൻ മകൻ ദൂരത്തകപ്പെട്ടു കാരണം ശ്രീരാമനും അനുജാതനും സീതയും ചിരാംബര ജഡധാരികളായി വനം പ്രാപിച്ചതെന്നെയും ദുഃഖാംബുരാശിയിൽ താവേനമഗ്നയാക്കിയിടിനാൻ നിർദ്ദയം. ആ രാമ രാമ രഘുവംശനായക നാരായണ പരമാത്മജൻ ജഗൽപദേ നാദാഭവൻ മമാന്തനായി വന്നു ജാതനായിടിനാൻ കേവലമെങ്കിലും ദുഃഖമെന്നെ പിരിയുന്നതിലൊരിക്കലും ഉൾക്കാമ്പിലോർത്താൽ വിധിബലം ജലമാം തുലവും ചിത്തം കരയുന്ന മാതാവ് തന്നെയും നത്വാവരതനും ദുഃഖേന ചൊല്ലിനാൻ ആതുര മാനസയായതുകൊണ്ടു മാതാവ് ഞാൻ പറയുന്നത് കേൾക്കണം. രാഘവരാജ്യാഭിഷേകം മുടക്കിയാൽ കൈകേയിയാകിയ മാതാവേ ഞാൻ അറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണെന്ന് ഞാൻ അറിഞ്ഞത്രയെങ്കിലും മാതാവേ ബ്രഹ്മഹത്യ ശതജാതമാം പാപവും അമ്മയെ ഭുജിക്കുന്നുണ്ട് ഞാൻ നിർണയം ആത്മജനാം വസിഷ്ഠമുനിയെയും ധർമാദരങ്ങൾ അരുന്ധതിയെ തന്നെയും ഖഡ്ഗേന നിഗ്രഹിച്ചാലുമുള്ള പാപവും ഒക്കെ അനുഭവിച്ചിരുന്നതു കൊണ്ടു ഞാൻ ഇങ്ങനെ നാനാശപഥങ്ങളും ചെയ്തു തിങ്ങിനെ ദുഃഖം കലർന്നു വരതനും കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൻ ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ ഇത്തം പറഞ്ഞു പുണർന്നു കാടകാടമുത്താങ്കേ മുകർന്നാളത് കൊണ്ടവരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാൻ അക്കഥ കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രിജനത്തോടു മൻപോടെഴുന്നള്ളി സന്താപമോടു തൊഴുതു വരദനും രോദനം കേട്ടരുൾ കൊണ്ടു വസിഷ്ഠനും ഖേദം മതി കേഴുതു കേവലം വൃദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ വിജ്ഞാന വീരന്മാർ ഭർത്തൃസുഖങ്ങളെല്ലാം രാജഭോഗങ്ങളും ഭുക്തായഥാവിധി യജ്ഞങ്ങളും ബഹുകൃത്യ ബഹുധന ദക്ഷിണയും മുദ്രാദത്വത്രിഭിഷ്ടം കൃത്വാ യഥാസുഖം ജപ്താ പുരന്ദരാർദ്ധാസനം സുലഭം വൃത്യാരി മുഖ്യ വന്യനായ ആനന്ദമോടിരിക്കുന്നതെന്തു നീ യാനനം താഴ്ത്തി നേത്രാമ്പു തൂകിയിരുന്നു യുദ്ധനാത്മജന്മാശാദി വർജിതൻ നിത്യൻ നിരുപമൻ അവ്യയനയദ്വയൻ സത്വസ്വരൂപൻ സകല ജഗന്മയൻ മൃദുജന്മാദിഹീനൻ ജഗൽക്കാരണൻ ദേഹമത്യർത്ഥം ജഡം ക്ഷണഭംഗുരം മോഹൈക കാരണം മുക്തിവിരോധകം ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തെ വിചാരിച്ചു കൊണ്ടൊരിക്കലും ദുഃഖിപ്പതിന് അവകാശമില്ലേതുമേ ദുഃഖേന കിം ഫലം മൃത്യുവംശാത്മനാം താതനെന്നാകലും പുത്രനെന്നാകലും പ്രേതരായാലതി മൂഢന്മാരായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറവിളിച്ചേറെ അലർത്തു തളർന്നു മോഹിച്ചു വീണുടരോർ നിസ്സാരമെത്രയും സംസാരമോർക്കിലോ സത്സംഗമേ ശുഭകരമായുള്ളൂ തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലതു നിത്യമായുള്ളൊരു ശാന്തി അറിയുക നീ ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം ജന്മം മരിച്ചവർക്കും വരും നിർണയം ആർക്കും തുടക്കരു യാതൊരവസ്ഥയെ ഒന്നോർക്കണമെല്ലാം സ്വകർമ്മ വശഗതം തത്വമറിഞ്ഞുള്ള വിദ്വാൻ ഒരിക്കലും പുത്രമിത്രാദികളത്രാദി വസ്തുന വേർപെടും നേരവും ദുഃഖമില്ലേതുമേ സ്വഭേദമെന്നാൽ സുഖവുമില്ലേതുമേ ബ്രാഹ്മണകോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണ സൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളം ഉണ്ടീരെന്നാൽ ക്ഷണഭംഗുരമായുള്ള ജീവിതകാലത്തിലൊന്തൊരവസ്ഥ ജ്ഞാനിനാമുള്ളതും ബന്ധമിന്ദീ ദേഹദേഹികൾക്കെന്നതും ചിന്തിച്ചുമായ ഗുണവൈഭവങ്ങളും മന്ദർമുദ കണ്ടവർക്കെന്തു സംഭ്രമം കമ്പിത പത്രാഗ്ര ലഗ്നാംബു ബിന്ദുവൽ സമ്പതിച്ചിടുമായി സ്ഥിതി നശ്വരം. ഹരേ രാം ഹരേ രാം. ഇത്രയേ ഉള്ളൂ.
ഇന്ന് വായിച്ചത് ഭരതാഗമനാണ്. ഭരത് നാട്ടിൽ പോയ സമയത്ത് തിരിച്ചു വന്ന് അതാണ് ഭരതൻ്റെ അമ്മ നാട്ടിലേക്ക് പോയി അവിടെ നിന്ന് തിരിച്ചു വരുന്ന ഇതാണ് ഇന്നത്തെ ഭാഗം. പിന്നെ